ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ಮಕ್ಕಳು ಅಲ್ಲಾಹನಿಂದ ದೊರೆಯುವ ಆಶೀರ್ವಾದಗಳೆಂಬುದರಲ್ಲಿ ಯಾವುದೇ ಸಂಶಯವಿಲ್ಲ. ಆದರೆ ಕೆಲವೊಮ್ಮೆ ಅಲ್ಲಾಹನು ತನ್ನಿಂದ ಕೊಟ್ಟ ಮಕ್ಕಳನ್ನು ಬಹಳ ಚಿಕ್ಕ ವಯಸ್ಸಿನಲ್ಲೇ ತನ್ನ ಬಳಿಗೆ ಕರೆದುಕೊಳ್ಳುತ್ತಾನೆ. ಆದಾಗ್ಯೂ ಇಂತಹ ಸಂದರ್ಭಗಳಲ್ಲಿ ಪೋಷಕರು ಅತ್ಯಂತ ತಾಳ್ಮೆಯನ್ನು ಕಾಯ್ದುಕೊಳ್ಳುವುದು ಅನಿವಾರ್ಯವಾಗಿದೆ. ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಇದನ್ನು ತಾಳಿಕೊಳ್ಳಲಾಗದ ಸ್ಥಿತಿಯಲ್ಲಿದ್ದರೂ ಸಹ ಅಲ್ಲಾಹನ ತೀರ್ಪನ್ನು ಸ್ವೀಕರಿಸಿ ಪ್ರಯತ್ನಿಸಿದರೆ ಸ್ವರ್ಗದಲ್ಲಿ ಅವನಿಗೆ ಒಂದು ಮನೆಯನ್ನು ಅಲ್ಲಾಹನು ನೀಡುತ್ತಾನೆ. ಇದಲ್ಲದೆ ಈ ಮಕ್ಕಳು ನರಕದಿಂದ ಒಂದು ಪರದೆಯಾಗಿ ಅವನಿಗಾಗಿ ಮಾರ್ಪಡುತ್ತಾರೆ. ಈ ಗುಂಪಿನ ಮಕ್ಕಳ ಸಮಾಧಿಗಳ ಬಳಿಗೆ ಹೋಗಿ ಅಲ್ಲಿ ತಮ್ಮ ಮಕ್ಕಳ ವಿಶೇಷತೆಗಳನ್ನು ಹಂಚಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ ಒಬ್ಬ ಮುಸ್ಲಿಂ ಸಹೋದರ. ಮಕ್ಕಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸಬೇಕಾದ ಪ್ರಾರ್ಥನೆಗಳನ್ನು ಮತ್ತು ಅಲ್ಲಿನ ಸ್ಥಿತಿಗತಿಗಳನ್ನು ಅವರು ಮುಕ್ತವಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ. ಆ ವಿಡಿಯೋ ದೃಶ್ಯವನ್ನು ಒಮ್ಮೆ ನೋಡೋಣ. കുട്ടി കബറുകൾ കണ്ടില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വർഗപ്പൂന്തോപ്പ്. കണ്ടില്ല, നമ്മളെ കോടമ്പേ പള്ളിയിലെ സ്വർഗപ്പൂന്തോപ്പാണ് ഈ ഏരിയ. അതിങ്ങനെ നേരെ ഇങ്ങനെ വന്നാൽ ചെറിയൊരു കുട്ടി കബറ് കാണാം, കുഞ്ഞി കബറ്. അധികം ആൾക്കാർ കാണാത്തൊരു സംഗതിയാണ്. ചെറിയ കുട്ടി കബറ് കണ്ടിട്ട് നിങ്ങൾ ഇതിലെ കുഞ്ഞി കബറ് കേട്ടോ, കുട്ടി കബറാണിത്. ഒരു 10 മാസം പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞ കുട്ടീൻ്റെ കബറാണിത്. ഇതാണ് സ്വർഗപ്പൂന്തോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം നല്ല കുറേ കുഞ്ഞിക്കബറുകളുണ്ട്. കാണും, ചെറിയ ചെറിയ കുട്ടി കബറുകൾ ഒരുപാട് എണ്ണമുണ്ട്. ഇതിന് മയ്യത്ത് ഇപ്പോൾ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ കണ്ടു, നിങ്ങൾ ചെറിയ കുഞ്ഞി കബറ് ജന്നാത്തുൽ ഫിർദൗസിൽ ആ കുട്ടിയുടെ കൂടെ നമ്മളെല്ലാവരെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തിട്ട്, അതുപോലെ ഒരുപാട് കബറുകളുണ്ട്, കുട്ടി കബർ കുറേ മറയിട്ടിട്ടുണ്ട്. ഒരു സ്വർഗപ്പൂന്തോപ്പാണ് ആ ഭാഗം, നമ്മളെ കോടമ്പേ പള്ളീൻ്റെ ഒരു വശം, ഒരു സൈഡ്. അപ്പം ഇപ്പോൾ ഈ വരാൻ പോണ കുട്ടി പിന്നെ 10 മാസം തികഞ്ഞ് പ്രസവിച്ച് 10 ദിവസമായ കുട്ടിയാണ്. പടച്ച റബ്ബ് ആ കുട്ടീൻ്റെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ആ കുട്ടിക്ക് നിസ്കാരം കഫൻ ചെയ്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ടാവും കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞ കുട്ടി, 4 മാസത്തിന് ശേഷം കഴിഞ്ഞ് പ്രസവിക്കണ ഒരു കുട്ടീനെ ജീവനോടെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിപ്പിക്കലും കഫൻ ചെയ്യലും കുളിപ്പിക്കലും നിസ്കരിക്കലും നിർബന്ധമാണ്. 4 മാസം കഴിഞ്ഞതിന് ശേഷമുള്ളത്. അതേ സ്ഥാനത്ത് 4 മാസം കഴിഞ്ഞതിന് ശേഷം 6 മാസമായാലും ജീവനില്ലാതെ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജീവനില്ലാത്ത കുട്ടിയാണെങ്കിൽ നിസ്കാരം എന്തില്ല, നിർബന്ധമില്ല. അതിനകത്ത് ആ കുട്ടിക്ക് ജീവനുണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്, കുളിപ്പിച്ച് കഫൻ ചെയ്യലും നിർബന്ധമാണ്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ കുട്ടികളെ ചില കാര്യങ്ങൾക്ക് ചില ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു സംശയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മുസല്ലി ഫർള ഹാദൽ മയ്യത്ത് 4 തക്ബീറാത്തില്ലാഹി തആല എന്ന് നിയത്ത് വെച്ചതിന് ശേഷം ഫാത്തിഹ ഓതി നബീൻ്റെ മേൽ സലാത്ത് ചൊല്ലി 3-ാമത്തെ തക്ബീറിൽ നമ്മൾ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു വഅഫ്അൻഹു വആഫിഹി എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന കുട്ടികൾക്ക്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഉള്ളത് വേറെ തന്നെയാണ്, വലിയ ആൾക്കാർക്കുള്ളതല്ല. കുട്ടികൾക്ക്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ചെല്ലേണ്ട പ്രാർത്ഥന വേറെ തന്നെയാണ്. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു അല്ലാഹുമ്മ അജ്അൽഹു ഫർത്തല്ലി അബവൈഹി വസലഫൻ വദുഹ്റൻ വഇലത്തൻ വഇഖ്തിബാറൻ വശഫീഹൻ വസഖൽ ബിഹി മവാസീനഹുമാ അഫ്രിഹ് സബ്റൻ അലാ കുലൂബിഹിമാ വലാ തഫ്തിൻഹുമാ ബഅദഹു വലാ തഹരിംഹുമാ അജ്റഹു എന്നാണ് ചെല്ലേണ്ടത്. അതായത് രണ്ടും മാറ്റാണ്. നല്ലോണം ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അധികം ആൾക്കാർക്കും ഇത് അറിയില്ല. ഒന്ന് പഠിച്ചു വെക്കുക. ഇത് കുട്ടികൾക്ക് ചെല്ലേണ്ട പ്രാർത്ഥന വേറെ തന്നെയാണ്. അപ്പോൾ വലിയ ആൾക്കാർക്കുള്ള പ്രാർത്ഥന അല്ല. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു വഅഫ്അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅസ്ലിഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദി എന്നുള്ള പ്രാർത്ഥനയാണ്. കുട്ടികൾക്കുള്ളത് വേറെ തന്നെയാണ്. 3-ാമത്തെ തക്ബീറിൽ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു അല്ലാഹുമ്മ അജ്അൽഹു ഫർത്തല്ലി അബവൈഹി വസലഫൻ വദുഹ്റൻ വഇലത്തൻ വഇഖ്തിബാറൻ വശഫീഹൻ വസഖൽ ബിഹി മവാസീനഹുമാ അഫ്രിഹ് സബ്റൻ അലാ കുലൂബിഹിമാ വലാ തഹ്തിൻഹുമാ ബഅദഹു വലാ തഹരിംഹുമാ അജ്റഹു. അത് കഴിഞ്ഞ ശേഷം 4-ാമത്തെ തക്ബീറിൽ اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതാണ് ചെല്ലേണ്ടത്. നല്ലോണം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അത് പഠിക്കൽ നിർബന്ധമാണ്. നിശ്ചയില്ലെങ്കിൽ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹ്മുഹു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരാൾ അവസാനത്തെ നിസ്കാരം വേറെ ഇല്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അത് നിശ്ചയില്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനും പറ്റാത്തൊരു മനുഷ്യനുണ്ടാവുക.
ഒരു വസ്തുവിന് പറഞ്ഞാൽ ഒരു വസ്തുവിന് പറ്റില്ല, ഭൂമിക്ക് അവന് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ സ്വന്തം ഉപ്പാണെങ്കിലും ഉമ്മ ആണെങ്കിലും മരണം എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ സ്വന്തം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ മക്കളല്ലാത്ത വേറെ ആരും അർഹനല്ല. അഥവാറ്റോ അത് നിശ്ചയില്ലെങ്കിലേ മറ്റുള്ള ആളെ ഏൽപ്പിക്കൽ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 10 രൂപേൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ അത് എവിടെയും ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന കേസുകളുള്ളൂ. സ്വന്തം ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളെ ബാക്കിൽ നിന്നിട്ട് നമുക്കതൊന്നും നിശ്ചയില്ലാതെ നമ്മൾ നിസ്കരിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഇങ്ങനത്തെ ഈ മയ്യത്ത് നിസ്കാരത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം വ്യക്തമാക്കി പഠിക്കുക. ഏത് സമയത്തും മരണം നമ്മളെ കൂടെ ഉണ്ടാവും. ആരാ മരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മയ്യത്ത് നിസ്കാരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ, മയ്യത്തിനെ പറ്റിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ കറക്റ്റാക്കി പഠിച്ചു വെക്കുക. എന്നാൽ ആരെ മുന്നിലും നമുക്ക് എന്ത് ചെയ്യും, സ്വന്തം കുടുംബത്തിൽ ആര് മരിച്ചാലും നമുക്ക് ധൈര്യത്തിൽ ഞാൻ ഇമാമ് വെക്കുക, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ ചെയ്യാം എന്ന് പറയുക നമുക്ക് ധൈര്യത്തിൽ. അതുമല്ല, ഒരു മനുഷ്യന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം കൊടുക്കാൻ കഴിയുക മനുഷ്യനുള്ള നിസ്കാരമാണ്. അത് നിസ്കരിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്തിനാ പറ്റുക? ഒരു വസ്തുവിനും അവനെ പറ്റൂല. സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും ഇത്രയും കാലം പോറ്റി വളർത്തി ജീവിതത്തിലെല്ലാ സൗഭാഗ്യങ്ങളൊക്കെ നൽകിയിട്ട് ആ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഇപ്പം ചെയ്യുക? നിസ്കരിക്കാൻ നമുക്ക് അറിയില്ലെങ്കിൽ. അപ്പോൾ അവനാൻ്റെ മക്കൾ, വേണ്ടപ്പെട്ട ആളുകൾ, ഉമ്മയും വാപ്പയും ആര് മരിച്ചാലും സ്വന്തം മക്കൾ നിൽക്കുക. അതിന് പറ്റാത്തുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, പിന്നെ മറ്റുള്ള ആളെ ഏൽപ്പിക്കൽ. അങ്ങനെ ഏൽപ്പിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. പഠിക്കൽ നിർബന്ധമാണ്, പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ കുട്ടികളെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതിങ്ങനെയാണ് കുട്ടികളുടെ പ്രാർത്ഥന, വേറെ തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. അല്ലാഹുമ്മ അഗ്ഫിർലഹു അല്ലാഹുമ്മ അജ്ഇൽഹു ഫർത്തൻ അബവൈഹി വസലഫൻ വദുഖറൻ വഇലത്തൻ വഇഖ്തിബാറൻ വശഫീഹൻ വസഖൽ ബിഹി മാസീനഹുമാ അഫ്രിഖ് സബ്റൻ അലാ ഖുലൂബിഹിമാ വലാ തഹ്തിൻഹുമാ ബഅദഹു വലാ തഹ്രിംഹുമാ അജ്റഹു എന്നാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെല്ലാവരും എത്തിച്ചു കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ തന്നെയാണ് എത്തിക്കാൻ കഴിയുള്ളൂ. പടച്ചറബ് ഇവിടെ ഒരു മരണപ്പെട്ട എല്ലാവരുടെയും തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അവർക്കെല്ലാം അവരുടെ സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും.